നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. ഒരു രാജാവിനെ അപമാനിച്ചതിന് ദുർവാസാവ് മഹർഷിയെ പോലും രക്ഷിക്കാൻ മഹാവിഷ്ണുവിന് സാധിച്ചില്ല. 3 ലോകങ്ങളിലും ഭയങ്കര ശാപങ്ങൾ നൽകുന്ന ദുർവാസാവ് മഹർഷി ഒരു ദിവസം സ്വന്തം ജീവന് വേണ്ടി ഓടേണ്ടി വന്നു. സൂര്യവംശത്തിലെ മഹാഭക്തനായ അംബരീക്ഷ മഹാരാജാവ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയായിരുന്നു. അന്നാണ് ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തിയത്. സ്നാനം കഴിഞ്ഞു വരാം, ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് മഹർഷി പോയി. പക്ഷേ സമയം കടന്നുപോയി. വ്രതം അവസാനിപ്പിക്കേണ്ട മുഹൂർത്തം വന്നെത്തി. വ്രതം മുടങ്ങാതിരിക്കാനും അതിഥിയെ അപമാനിക്കാതിരിക്കാനും അംബരീഷ മഹാരാജാവ് ഒരു തുള്ളി തുളസീതീർത്ഥം മാത്രം പാനം ചെയ്തു. തിരികെ എത്തിയ മഹർഷി കോപത്തോട് ജ്വലിച്ചു. നീ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ജടയിൽ നിന്ന് ഒരു മുടിയഴ പറിച്ചെടുത്തു. എന്നിട്ട് അത് നിലത്തെറിഞ്ഞു. അതിൽ നിന്ന് ഒരു ഭയങ്കര രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മഹാരാജാവ് പേടിച്ചില്ല. അദ്ദേഹം നാരായണനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം പിളർന്ന സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് രാക്ഷസനെ ഭസ്മമാക്കി. പിന്നെ നേരെ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു. ഭയന്ന മഹർഷി ബ്രഹ്മാവിന്റെ അടുത്തേക്കോടി. എനിക്ക് സഹായിക്കാനാവില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. മഹാദേവന്റെ അടുക്കൽ കൈലാസത്തിലെത്തിയപ്പോൾ സുദർശനത്തിന് മുന്നിൽ എന്റെ ത്രിശൂലത്തിനും ശക്തിയില്ല എന്നായിരുന്നു മറുപടി. അവസാനം മഹാവിഷ്ണുവിന്റെ സന്നിധിയിലെത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞത് കേട്ട് മഹർഷി ഞെട്ടി. ഞാൻ എൻ്റെ ഭക്തർക്ക് അധീനനാണ്. അംബരീഷ മഹാരാജാവിന് മാത്രമേ മഹർഷിയെ രക്ഷിക്കാൻ സാധിക്കൂ. 1 വർഷം ഓടി നടന്ന ശേഷം ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിന്റെ പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിച്ചു. അപ്പോൾ മാത്രം സുദർശന ചക്രം അപ്രത്യക്ഷമായി. ഭക്തിയുടെ ശക്തിക്ക് മുന്നിൽ അഹങ്കാരം തലകുനിക്കുമെന്ന് തെളിയിച്ച കഥയാണിത്. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദി, നമസ്കാരം.